എടയുടെ ഒന്ന് പെട്ടെന്ന് കളിക്കടേ, ചീട്ടിറക്കടോ. ഇന്നാ വിളിച്ചു സ്പീഡ് 9. കളിയാൻ നിർത്തിക്കോ, ഈ കളിക്ക് ഞാനില്ല. കുറെ നേരമായി നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് അഡ്ജസ്റ്റ്മെന്റ് കളി കളിക്കുന്നത്. നിർത്ത്. എന്ത് കളിയാടാ കളിക്കുന്നത്? ഒരു മാന്യതൊക്കെ വേണ്ട കളിക്കുമ്പോ. വാളിയാ മതി, നിർത്ത്. പോയിട്ട് സിഗരറ്റ് വലിച്ചിട്ട് വരാം. അത് കൊള്ളാം, നല്ല idea, വാ. ഓക്കെ വാ. എടാ ഷംനു ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. എടാ അസൈൻമെന്റ് ആണെങ്കിൽ ജൂനിയേഴ്സിനെ കൊണ്ട് എഴുതിക്കടാ. അസൈൻമെന്റ് അല്ല, ഇതൊരു ലവ് ലെറ്റർ ആണ്. അതെങ്കിലും സ്വന്തമായിട്ട് എഴുതി കൂടറാ. നടക്കൂലടാ, അപ്പുറത്തെ പാരലൽ കോളേജിലെ പെണ്ണിന് കൊടുക്കാനാ. മലയാളത്തിൽ തന്നെ വേണം. ഓ, നിനക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ലല്ലേ? ഡോണ്ട് വറി. പ്രിയേ, നീ ഒരു മാദക തിടമ്പല്ലേ? എന്ത് എന്ന് വെച്ചാ? ഓ മൈ ഡിയർ, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദിസ് വേൾഡ്. കൊള്ളാം, കണ്ടിന്യൂ. നിന്റെ ഉഴുതുമറിച്ചിട്ട നിലങ്ങളിൽ ഞാൻ എൻ്റെ നമുക്ക് നാളെ സിനിമയ്ക്ക് ഞാന് നാളെ ക്ലാസ് കിട്ടി. എന്നാ പിടിച്ചോ, സാധനം സെറ്റ്. എന്താടാ പരിപാടി? ഇത് മറ്റവർക്കുള്ള ലവ് ലെറ്റർ ഇവനെ കൊണ്ട് എഴുതിപ്പിച്ചതാ. എവിടെ നോക്കട്ടെ. എടാ ഇത് മൊത്തം തെറിയാണല്ലേ. എടാ തെണ്ടി, എടാ അവന്റെ തലയടിച്ച് പൊട്ടിച്ചോ? ഇല്ലടാ, അത് ഞാനൊരു സാമ്പിൾ ഗുണ്ട് പൊട്ടിച്ച സിഗരറ്റിൽ വെച്ചിട്ട് ബാക്കി നാളെ ക്യാമ്പസിൽ. എങ്ങനെയുണ്ട്? അടിപൊളി. Good morning, sir. Good morning. Today we will start a new chapter, the principles of management. There are 5 general functions of management. നന്നായിട്ട്. ഇതിപ്പോ സ്ഥിരം പരിപാടിയായല്ലേ? യുവമാരെ പൊക്കാതെ രക്ഷയില്ല. സാറേ, നമുക്ക് കോളേജ് മുഴുവൻ CCTV വെച്ചാലോ? നീ കഴിഞ്ഞ സെമസ്റ്ററിന്റെ ഫീസ് അടച്ചോ? ഇവിടെ ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കാൻ ക്യാഷില്ല. അപ്പോഴാ നിന്റെ ഒരു CCTV. ഇവന്റെയൊക്കെ കയ്യിലിരുന്ന് ഒരെണ്ണം പൊട്ടണേ ദൈവമേ. എന്നാലും ജോസണ്ണൻ ആള് പുലി എന്നാട്ടാ. AC-ലിരുന്ന് അടിക്കാന്ന് പറഞ്ഞപ്പം അത് കമ്പ്യൂട്ടർ ലാബിലായിരിക്കും വിചാരിച്ചില്ല. പാറിപ്പോയിരുന്ന് അടിക്കാൻ ഒരുത്തൻ്റെ കാശില്ലല്ലോ. അപ്പൊ ഇതേ നടക്കൂ. ആ സെക്യൂരിറ്റി ആണ് 2 ബഗ് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, ടച്ചിങ് സ്വന്തം ആഴ് വീഴ്ത്തരുത്. നാളെ ക്ലാസ് ഉള്ളതാണ്. പിന്നെടാ, നാളെ പൊട്ടിക്കാൻ ഒരു കീച്ചൻ സാധനം കൈ കിട്ടിയിട്ടുണ്ട്. ഗർഭം കലക്കി. ദേ കണ്ട, ഒരു സിഗരറ്റിന്റെ സൈസേ ഉള്ളു. എടേ, ഒരെണ്ണം കൂടെ ഒഴിയടേ. ഞാനൊന്ന് ഉള്ളിയിട്ട് വരാം. ആ സിഗരറ്റ് എടുത്ത് ഒരെണ്ണം എനിക്കൂടെ ഒഴിയടേ, ചെറുത്. ജോസിന്റെ സിഗരറ്റ് അല്ലേ കിടക്കുന്നത്? സിഗരറ്റ് എടുക്കാണ്ടാണോ അവൻ പോയത്? ഇനി പടുക്കെടുത്തിട്ടാണോ പോയത്? എടാ ജോസേ, കത്തിക്കല്ലേ! അന്നത്തെ ആ ഇൻസിഡന്റിന് ശേഷം ജോസ് പിന്നെ മദ്യപിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങളുടെ ജോസ് ഇപ്പോൾ എന്തു ചെയ്യുന്നു? ദുബായിൽ വലിയൊരു CCTV കമ്പനിയുടെ മുതലാളിയാണ് ജോസ് ഇപ്പോൾ. ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവർ ഈ വലകൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ബൈ ദ ബൈ. ഹലോ, ബ്ലാസ്റ്റേഴ്സ് CCTV സൊല്യൂഷൻസ്. ഓക്കെ സാർ, താങ്ക് യു ഫോർ ദ ഓർഡർ. ഓർഡർ ഞാൻ പണി തുടങ്ങിയേക്കാം. ഓക്കെ, താങ്ക് യു. ബൈ. ഞാൻ വന്നു. ഡാഡി, നമ്മൾ വെച്ച പടക്കം എന്നും കൃത്യസമയത്ത് തന്നെ കുട്ടി. വെൽ ഡൺ മൈ ബോയ്. നിന്റെ പ്രിൻസിപ്പാൾ ഇപ്പൊ വിളിച്ചിരുന്നു. അങ്ങനെ ആ ഓർഡർ നമുക്ക് കിട്ടി. നിന്നെ ഉടനെ തന്നെ ഞാൻ മറ്റു സ്കൂളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ദുബായ് മുഴുവൻ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് CCTV സൊല്യൂഷൻസിന്റെ CCTV വരണം. നമുക്ക് ബിസിനസ് വ്യാപിപ്പിക്കണം. പിന്നെ ഒരു കാര്യം മാത്രം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യരുത്.